guys, let's study the poem Stammer by K. Sachidanandan. ആദ്യം നമുക്ക് ഓതേഴ്സ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. K. Sachidanandan, born in 1946 in Kerala, is an Indian poet writing in Malayalam and English. 1946 കെ സച്ചിദാനന്ദൻ കേരളത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന ഒരു ഇന്ത്യൻ പോയറ്റാണ്. He is known as a pioneer of modern poetry in Malayalam. മലയാളത്തിൽ ആധുനിക കവിതയുടെ തുടക്കക്കാരനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. He is also a critic, columnist, translator and the former secretary of the Kendra Sahitya Academy. അദ്ദേഹം ഒരു വിമർശകനും കോളമിസ്റ്റും അതുപോലെ വിവർത്തകനും കേന്ദ്ര സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഒക്കെ ആയിരുന്നു അദ്ദേഹം. As an intellectual upholding secular democratic views, he supports causes like environment, human rights and free software. മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുകൾ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ പരിസ്ഥിതി, അതുപോലെ മനുഷ്യാവകാശങ്ങൾ, ഫ്രീ സോഫ്റ്റ്വെയറിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. ഹിസ് ലെക്ചേഴ്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഓൺ ഇഷ്യൂസ് കൺസേണിംഗ് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ആർ തോട്ട് പ്രൊവോക്കിംഗ്. സമകാലിക ഇന്ത്യൻ സാഹിത്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അതുപോലെ ലേഖനങ്ങളൊക്കെ വളരെയധികം ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. He was shortlisted for the Nobel Prize for Literature in 2011. 2011 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ഷോർട്ട് ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേരും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. Now let's start with the poem Stammer. വിക്ക്. The poem appreciates stammering and also enlightens its importance in the world and human history. വിക്ക് എന്നുള്ളതിന് ലോകചരിത്രത്തിലും അതുപോലെ മനുഷ്യ ചരിത്രത്തിലും ഒക്കെയുള്ള ഇമ്പോർട്ടൻസിനെ എടുത്തു കാണിച്ചിട്ടുള്ള ഒരു പോമാണിത്. And the poem has been divided into 6 stanzas with variable lines. And ഈ ഒരു പോയത്തിന് പെർട്ടിക്കുലർ റൈം സ്കീം ഒന്നുമില്ല. The word stammer has been repeated several times in the poem. ഈ വിക്ക് എന്നുള്ള ഒരു കാര്യം കവി ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ്ലി ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. Stammer is no handicap. വിക്ക് എന്ന് പറയുന്നത് ഒരു വൈകല്യമല്ല. ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. അതൊരു സംസാര രീതിയാണ്. Stammer is the silence that falls between the word and its meaning. ഒരു വാക്കിനും അതിൻ്റെ അർത്ഥത്തിനുമിടയ്ക്ക് വരുന്ന ചില മൗനങ്ങളെയാണ് നമ്മൾ വിക്കെന്ന് വിളിക്കുന്നത്. The poet says that the silence which comes in which we think about the meaning of the word before speaking it also is stammer. അതായത് സംസാരിക്കുന്നതിന് മുൻപ് വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിശബ്ദതയും ഒരു തരത്തിൽ പറഞ്ഞ വിക്കാണ് എന്ന്. Just as lameness is the silence that falls between the word and the deed. മുടന്ത് വാക്കിനും പ്രവൃത്തിക്കുമിടയിൽ വരുന്ന മൗനമായിരിക്കുന്നത് പോലെ. So here the poet says that stammering is not a defect or imperfection, but a way by which we express our ideas to others. മറ്റുള്ളവരോട് നമ്മളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് സ്റ്റമർ എന്ന് പറയുന്നത്, വിക്ക് എന്ന് പറയുന്നത്. ഒരു ഡിഫക്റ്റ് അല്ല. So there's no hidden meaning in this stanza. Did stammer precede language or succeed it? So ഇവിടെ കവി ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വിക്ക് എന്ന് പറയുന്നത് ഭാഷയ്ക്ക് മുൻപേ വന്നിട്ടുണ്ടോ അതോ അത് കഴിഞ്ഞാണോ വന്നത്? അതായത് ഭാഷയ്ക്ക് മുൻപാണോ വിക്കുണ്ടായത് അതോ ഭാഷയ്ക്ക് ശേഷമോ? Is it only a dialect or a language itself? അതോ വിക്ക് എന്ന് പറയുന്നത് ഒരു ഭാഷ തന്നെയാണോ? ഡയലക്ട് മീൻസ് വാട്ട്? എ റീജിയണൽ ഓർ സോഷ്യൽ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് അല്ലേ, സംസാര ഭാഷ. ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് stammer. ഇത്തരം ചോദ്യങ്ങൾ ഭാഷാ പണ്ഡിതന്മാർക്ക് വിക്കുണ്ടാക്കുന്നു. ലിംഗ്വിസ്റ്റ് മീൻസ് പീപ്പിൾ സ്കിൽഡ് ഇൻ ദ സയൻസ് ഓഫ് ലാംഗ്വേജ്. അതായത് ശാസ്ത്രീയമായി ഭാഷയെ പഠിക്കുന്നവർ. അപ്പോൾ എന്താണ് പറയുന്നത്? Hence, it is quite confusing for the linguists as well to know about the origin and nature of stammer. അതിനാൽ ഈ വിക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതുപോലെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അറിയുക എന്നുള്ളത് ഭാഷാശാസ്ത്രജ്ഞരിലും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. Each time we stammer, we are offering a sacrifice to the god of meanings. ഓരോ തവണ വിക്കുമ്പോഴും നാം അർത്ഥങ്ങളുടെ ദൈവത്തിന് ഒരു ബലി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നേർച്ച അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗോഡ് ഓഫ് മീനിങ്സ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ലാംഗ്വേജിന് തന്നെയാണ്. ലാംഗ്വേജ് ഇസ് എ കളക്ഷൻ ഓഫ് വേർഡ്സ്, റൈറ്റ്? വിക്ക് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് കവി പറയുന്നത്. കാരണം വിക്കിലൂടെയാണ് നമ്മൾ ഭാഷയിലേക്ക്
പുതിയ വാക്കുകളും അതുപോലെ അർത്ഥങ്ങളൊക്കെ ചേർക്കുന്നത്. ഇത് എന്ന് പറയുന്നത് നമ്മൾ നൽകുന്ന ഒരു തരം ത്യാഗമാണ് എന്ന്. When a wall people stammer, it becomes their mother tongue. ഒരു ജനത മുഴുവൻ വിൽക്കുന്ന സമയത്ത് അവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത് വിക്കാകുന്നു. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് us now. ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് പോലെ. God too must have stammered when he created man. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും വിക്കിയിട്ടുണ്ടായിരിക്കണം. That is why all the words of man carry different meanings. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ എല്ലാ വാക്കുകൾക്കും വിവിധ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. That is why everything he utters from his prayers to his commands stammers like poetry. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ പ്രയേഴ്സ്, പ്രാർത്ഥനകൾ മുതൽ കൊമാൻഡ്സ്, ആജ്ഞകൾ വരെയും എല്ലാം കവിതയെപ്പോലെ വിൽക്കുന്നത്. ഇൻ ദിസ് സ്റ്റാൻസ കവി 3 ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ആണ് നൽകുന്നത്. ഫസ്റ്റ്ലി, ഗോഡ് സ്റ്റമേഴ്സ് ആൻഡ് ഈസ് ഹെൻസ് ഇംപെർഫെക്റ്റ്. ദൈവവും വിൽക്കുന്നുണ്ട്, അതിനാൽ ദൈവവും അപൂർണനാണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഹ്യൂമൻസ് ആർ ഇംപെർഫെക്റ്റ്. അതുകൊണ്ടാണ് മനുഷ്യരും അപൂർണരായിട്ടിരിക്കുന്നത്. സെക്കൻഡ്ലി, ഹ്യൂമൻ സ്റ്റമർ ഇൻ പ്രയേഴ്സ് ആൻഡ് ദസ് പ്രയേഴ്സ് ആർ ഓൾസോ ഫുൾ ഓഫ് ഇംപെർഫെക്ഷൻസ്. മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ വിൽക്കുന്നു, അങ്ങനെ പ്രാർത്ഥനകളിലും ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി, പോയട്രി ഈസ് ഓൾസോ ഫുൾ ഓഫ് ഇംപെർഫെക്ഷൻസ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് മീൻസ് ഡിഫറെൻറ്റ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. കവിതകളും ഇംപെർഫെക്റ്റ് ആയതുകൊണ്ടാണ് വ്യത്യസ്ത ആളുകൾ ഇത് വ്യത്യസ്തമായിട്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരാളുടെ പെർസെപ്ഷനിലുള്ള അർത്ഥമായിരിക്കില്ല വേറൊരാൾ ഒരു കവിത വായിക്കുമ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഈ കവിത നോക്കുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലൂടെ, പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുകയാണെങ്കിൽ പല അർത്ഥങ്ങളാണ് ഒരു കവിതയ്ക്ക് കാണാൻ പറ്റുക, അല്ലേ? അതായത് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും പല രീതിയിൽ വിൽക്കുകയാണ്. അവർ വാക്കുകൾ ഉപയോഗിക്കുകയും അവരുടെ അർത്ഥങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ആൻഡ് ഹെൻസ് സ്റ്റമറിങ് ഈസ് നോട്ട് എൻ ഇംപെർഫെക്ഷൻ ബട്ട് എ ലാംഗ്വേജ് ഓർ മദർ ടങ്. പോയട്രി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ അതിനിപ്പോഴുള്ള ഒരു ചാം ആൻഡ് ബ്യൂട്ടി ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഹെൻസ് ദ whole universe is imperfect and imperfection is the very basis of existence. Thus, we should not consider stammer as an imperfection, but an integral part of our life without which we cannot exist. അങ്ങനെ നമ്മുടെ പോം കഴിഞ്ഞു. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഇന്നർ മീനിങ്സ് ഒക്കെയുള്ള പോയമാണ്. മാക്സിമം സിംപ്ലിഫൈ ആക്കി എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഡു നോട്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.